ആദ്യ പകുതി വരെ മൊറോക്കോയുടെ പദ്ധതികളെല്ലാം കിറുകൃത്യമായിരുന്നു. ഫ്രാൻസ് മുന്നേറ്റങ്ങളെ മുളയിലേ നുള്ളാൻ അവർക്കായി. പോരാത്തതിന് ഗോൾ കീപ്പർ ബോന്യോവിന്റെ മികവ് കൂടിയായപ്പോൾ ഫ്രാൻസ് ഗോൾ നേടാൻ നന്നായി വിയർത്തു. 28-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസ് മുന്നിലെത്തേണ്ടതായിരുന്നു. എംബാപ്പയ്ക്ക് കിട്ടിയ പെനാൽറ്റി കിക്ക് മൊറോക്കൻ ഗോൾ കീപ്പർ നെഞ്ചു വിരിച്ചു തടുത്തു. ഡിനിയയുടെ ഒന്നാന്തരം ലോങ് റേഞ്ചർ ആകട്ടെ ക്രോസ് ബാർ ചുംബിച്ചും കടന്നുപോയി. പോയിന്റ് ബ്ലാക്കിൽ ഒബമക്കാനോ തൊടുത്ത ഷോട്ടും ഡ്യുവയുടെ ഒന്നാന്തരം ട്രൈയുമെല്ലാം ബോന്യു തടഞ്ഞിട്ടപ്പോൾ ഫ്രസ്ട്രേഷൻ അടിച്ചാണ് ഫ്രഞ്ച് താരങ്ങൾ ആദ്യ പകുതി കഴിഞ്ഞ് മൈതാനത്ത് നിന്ന് കയറിപ്പോയത്. എന്നാൽ ദിദിയർ ദശാബ്സിന്റെ ഹാഫ് ടൈം ടോക്ക് കിട്ടിയ അവർ രണ്ടാം പകുതിയിൽ കളിച്ചത് മറ്റൊരു കളിയായിരുന്നു. മൊറോക്കോയുടെ ഡിഫൻസീവ് മെക്കാനിസത്തെ തകർക്കാൻ വിങ്ങുകളും ഹൈബോളുകളും ട്രൈ ചെയ്ത അവർ 60-ാം മിനിറ്റിൽ ലക്ഷ്യം കണ്ടു. ഡ്യുവെ നൽകിയ പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ മികവ് കൂടി കണ്ട ഗോളായിരുന്നു അത്. ഡിഫൻഡർക്ക് പിന്നിൽ വിഷൻ നഷ്ടമായ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല. ഒരു ഗോൾ വീണതിന്റെ ഷോക്കിൽ നിന്നും മോചിതനാകുന്നതിനു മുൻപായിരുന്നു രണ്ടാം ഗോൾ. 66-ാം മിനിറ്റിൽ ഡെംബലെ നേടിയ ഗോളിന് വഴിയൊരുക്കിയതും എംബാപ്പയായിരുന്നു. മത്സരത്തിൽ എംബാപ്പെ നേടിയത് ഈ ലോകകപ്പിലെ 8-ാം ഗോൾ ആയിരുന്നുവെങ്കിൽ ഡെംബലയുടേത് 5-ാം ഗോളായിരുന്നു. 3 അസിസ്റ്റിന്റെ കൂടി അകമ്പടിയോടെ നിലവിൽ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലും എംബാപ്പെ മുന്നിലെത്തി. 8 ഗോളുകൾ തന്നെ നേടി മെസ്സി ലിസ്റ്റിലുണ്ടെങ്കിലും അസിസ്റ്റുകളുടെ എണ്ണത്തിൽ എംബാപ്പയ്ക്കാണ് മുൻതൂക്കം. 2 ഗോൾ വഴങ്ങിയതിനു ശേഷം ഗോൾ തിരിച്ചടിക്കാൻ മൊറോക്കോ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം ഉലയാതെ നിന്നു. അതിനിടയിൽ ലീഡ് ഉയർത്താനുള്ള ശ്രമം ഫ്രാൻസ് നടത്തിയെങ്കിലും സ്കോർ കാർഡ് മാറാതെ നിന്നു. ഫൈനൽ വിസിൽ വീണപ്പോൾ ടൂർണമെന്റിലുണ്ടായിരുന്ന അവസാന ആഫ്രിക്കൻ രാജ്യവും പുറത്തായി. ഖത്തറിൽ സെമിയിൽ ഫ്രാൻസിനോട് തോറ്റ മൊറോക്കോക്ക് ഇത്തവണയും ആ മല കടക്കാനായില്ല. ഇനി ലോകകപ്പിൽ യൂറോപ്പും ലാറ്റിൻ അമേരിക്കൻ ടീമുകളും മാത്രം.